കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സുഭാഷ് എന്തിനാണ് എടുത്തു ചാടി എന്തിനാണ് രണ്ടാം വിങ്കെട്ടുകാരെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത്? ആ ചോദ്യം എല്ലാവരുടെയും ഉള്ളിൽ നേറി പുകയുന്നുണ്ടായിരുന്നു. അതിനപ്പുറം ആ പെൺകുട്ടിയുടെ നിയമപരമായിട്ടുള്ള വിവാഹമോചനം പോലും പൂർത്തിയായിരുന്നില്ല. കോടതിയുടെ 3-4 മാസത്തെ കാത്തിരിപ്പിന്റെ കാലാവധി ബാക്കി നിൽക്കെയാണ് ഈ വിവാഹ നിശ്ചയത്തിന് തീയതി കുറിച്ചിരിക്കുന്നത്. സുഭാഷിനേക്കാൾ 3 വയസ്സ് മൂത്തതന് ആ പെൺകുട്ടി എന്ന യാഥാർത്ഥ്യം കൂടി അറിഞ്ഞപ്പോൾ വീട്ടിലുള്ളവരുടെ നെഞ്ചൊന്നു വിങ്ങി. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും സുഭാഷിന്റെ മുഖത്ത് ചെറിയൊരു ഭാവമാറ്റം പോലും ഉണ്ടായിരുന്നില്ല. കല്ലിറക്കി വെച്ചതുപോലെ തന്നെ അവൻ ഉറച്ചു നിൽക്കാണ്. എൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. അതൊരു രണ്ടാം വിവാഹം, രണ്ടാം കെട്ടുകാരിയാണെങ്കിലും ശരി, മൂന്നാം കെട്ടുകാരിയാണെങ്കിലും ശരി, എനിക്കതൊരു പ്രശ്നമേ ഇല്ല. ഞാൻ കാരണം എൻ്റെ അനുജന്മാരുടെ ജീവിതം അതുകൂടി വഴിമുട്ടി പോകരുത്. അതായിരുന്നു സുഭാഷേട്ടൻ്റെ മനസ്സിൽ. തൻ്റെ ജീവിതം എരിഞ്ഞടങ്ങിയാലും അനിയന്മാരുടെ സന്തോഷം മാത്രമായിരുന്നു അവൻ്റെ ഏക ചിന്ത. അങ്ങനെ പെണ്ണിന്റെ വീട്ടുകാർ വന്ന് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഈ വെള്ളിയാഴ്ച തന്നെ നമുക്ക് നിശ്ചയം അങ്ങ് നടത്താം. ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ട് കല്യാണമാവാം. അവർ പറഞ്ഞപ്പോൾ സുഭാഷ് ഒട്ടും ആലോചിക്കാതെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് തലയാട്ടി. അവർ പടിയിറങ്ങിയ നിമിഷം മുതൽ സുധീഷിന്റെ ഉള്ളിലെ അഗ്നി കത്താൻ തുടങ്ങിയിരുന്നു. അവനത് ഒട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. സുധീഷ് ദേഷ്യത്തോട് സുഭാഷിന്റെ അടുത്തേക്ക് വന്നു. എന്താ സുഭാഷേട്ടാ ഇത്? സുഭാഷേട്ടൻ എന്തിനാ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? ഞങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? സുധീഷിന്റെ ശബ്ദത്തിൽ പരിഭവവും ദേഷ്യം ഒരുപോലെ തന്നെ നിറഞ്ഞു നിന്നു. ഹരീഷ് കൂടെ എത്തി. അതെ, എല്ലാം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? സുഭാഷേട്ടൻ ആ പെണ്ണിന്റെ വീടൊക്കെ പോയി കണ്ടോ? സുഭാഷ് ശാന്തനായി അവരെ നോക്കി. ഇല്ല, ഞാൻ പെണ്ണിന്റെ വീട് പോയി കണ്ടിട്ടില്ല. പെണ്ണിനെ ഞാനൊരു കോഫി ഷോപ്പിൽ വെച്ചാ കണ്ടത്. എന്താ സുഭാഷേട്ടാ അത്? അതുപോലും ഒന്ന് നേരിട്ട് കണ്ട് അതൊന്ന് ചെന്ന് കണ്ട് മനസ്സിലാക്കാതെയാണോ ഇങ്ങനൊരു വിവാഹം തീരുമാനിച്ചത്? അവരിങ്ങോട്ടേക്ക് വന്ന് എൻഗേജ്മെന്റും കാര്യങ്ങളും ഒക്കെ അങ്ങ് തീർത്തുപോയി. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? സുധീഷ് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ സുഭാഷിന്റെ മറുപടി വളരെ ലളിതമായിരുന്നു. എടാ, അതൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. പെണ്ണിനൊരു രണ്ടാം കെട്ടുകാരനാണെന്ന് ഓർത്തോ, പെണ്ണിന് എന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലാണെന്ന് ഓർത്തോ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കാനും പോകുന്നില്ല. അതല്ലേ സുഭാഷേട്ടാ പ്രശ്നം? സുഭാഷേട്ടൻ ഇങ്ങനെ ധൃതിപ്പെട്ട് ഈ വിവാഹം നടത്തേണ്ട കാര്യമുണ്ടോ? നല്ല പെൺകുട്ടികളെ സുഭാഷേട്ടന് കിട്ടത്തില്ലേ? ആദ്യം വിവാഹം കഴിക്കുന്ന നല്ലൊരു പെൺകുട്ടികളെ. ഏയ്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ എങ്ങനത്തെ ഒന്നും ഞാനൊന്നും നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കല്യാണം നടത്തണം, അത് മാത്രമാണ് എൻ്റെ ചിന്ത. അന്നേരം അങ്ങോട്ടേക്ക് വന്ന് ഭാസ്കരൻ അങ്ങ് കയറി വരികയാണ്. അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. നിന്റെ തലക്കെന്താടാ വല്ല കേടുണ്ടോ? നീ എന്ത് കണ്ടിട്ടാടാ ആ പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നും നിശ്ചയം നടത്താമെന്നൊക്കെ സമ്മതിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവൻ്റെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പെണ്ണ് കിട്ടാൻ നിൽക്കുന്ന വഴി ഏതോ ഒരു കുഴപ്പമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ നിനക്ക്. എന്തിൻ്റെ കേടാണ് നിനക്ക്? ഭാസ്കരൻ അങ്ങ് ദേഷ്യപ്പെട്ടു. എന്നിട്ടും സുഭാഷ് പതറാതെ തന്നെ പറഞ്ഞു, അച്ഛാ, എനിക്ക് ഈ വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ്. ഞാൻ വേറൊന്നും ഇനി ആലോചിക്കുന്നില്ല. ഭാസ്കരൻ ദേഷ്യത്തോടു കൂടെ തന്നെ ഒപ്പമുണ്ടായിരുന്നവരെ രൂക്ഷമായി നോക്കി അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. എല്ലാവരും സുഭാഷേട്ടനെ ഉപദേശിച്ചു നോക്കി. പക്ഷേ അന്ന് ആ വീടിൻ്റെ വായു പോലും ഒരു ഭാരമുള്ളതുപോലെയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിധി അടുക്കളയിലേക്ക് വന്നു. ചൂടുള്ള ചായ തയ്യാറാക്കി അവൾ പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചു. ആ സമയത്താണ് സുഭാഷ് അങ്ങോട്ടേക്ക് വന്നത്. സുഭാഷിനെ കണ്ടപ്പോൾ നിധിയുടെ കണ്ണിൽ ഒരു നൊമ്പരമായിരുന്നു. സുഭാഷേട്ടാ, ഞാൻ ചായ എടുക്കട്ടെ എന്ന് അവൾ പതുക്കെ ചോദിച്ചു. ശരി, എടുത്തോ മോളെ. അവൾ പാത്രത്തിൽ നിന്നും പതിയെ ചായപ്പൊടി തീർന്നിരുന്നു. നിധി അല്പം അമ്പരപ്പോട് സുഭാഷിനെ നോക്കി. അയ്യോ സുഭാഷേട്ടാ, ചായപ്പൊടി തീർന്നിരിക്കുവാണല്ലോ. അത് സാരമില്ല, ചായപ്പൊടി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാനൊരു കോഫി എടുക്കട്ടെ സുഭാഷേട്ടാ? ആ, കോഫി ആണെങ്കിലും മതി. നിധി വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ കോഫി ഉണ്ടാക്കി സുഭാഷേട്ടനെ നീട്ടി. പണ്ട് നിധി കോഫി ഉണ്ടാക്കുന്നത് പഠിച്ചതെല്ലാത്തതിന് സുഭാഷേട്ടൻ പറഞ്ഞു കൊടുത്തതാണ്. അത് കുടിച്ച് സുഭാഷ് ഒന്ന് പുഞ്ചിരിച്ചു. പഴയതുപോലെയൊന്നുമല്ലല്ലോ, നല്ല മാറ്റമുണ്ട് നിധി ഇതിൽ. അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് നിധി അവരുടെ നിർണായക ചോദ്യത്തിൽ അവനെ അങ്ങ് നോക്കിയത്. സുഭാഷേട്ടാ, എന്തിനാണ് സുഭാഷേട്ടൻ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നത്? ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു രണ്ടാം കെട്ട്, അതും പോരാഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ഡിവോഴ്സ് പോലും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. സുഭാഷ് അവളെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അതൊന്നും സാരമില്ല നിധി. അതല്ല സുഭാഷേട്ടാ, ശരിക്കും സുഭാഷേട്ടന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു തന്നെയാണോ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അതോ ഇനി ആരെങ്കിലും നിർബന്ധിച്ചത് കൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താണ്? പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ സുഭാഷേട്ടാ? എന്നോട് പറയേ. നിധിയുടെ സ്വരത്തിൽ ആവലാതിയും സ്നേഹവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അങ്ങനെയൊന്നും എനിക്കില്ല മോളെ. ഞാനായിട്ട് എടുത്ത തീരുമാനം തന്നെയായത്. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വിവാഹം നടക്കണം. അതിലിനി ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല. നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവൾ വിറക്കുന്ന ചുണ്ടോടെ പറഞ്ഞു, സുഭാഷേട്ടൻ ഇങ്ങനൊരു തീരുമാനമെടുത്തതിൽ ഞങ്ങൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്നറിയാമോ? സുഭാഷേട്ടൻ്റെ ജീവിതം ഇങ്ങനെ. എൻ്റെ ജീവിതമോ? എൻ്റെ ജീവിതം എങ്ങോട്ടേക്ക് പോവാനാ നിധി? നിങ്ങളാരും ഇതിനെക്കുറിച്ച് ഓർത്തൊരു വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ പൂർണ്ണ ബോധത്തോടു തന്നെയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. ഇത് കേട്ട് ഒന്നും പറയാനാവാതെ നിധി അങ്ങ് നിന്നു പോവാണ്. രാവിലെ ഓഫീസിൽ പോവാൻ നിധി തയ്യാറെടുത്ത് തുടങ്ങി. മുറ്റത്ത് സുധീഷ് വെറുതെ ഇങ്ങനെ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു.
നിധി തൻ്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്തിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, ഇതെന്താ സ്കൂട്ടിയിലാണോ പോകുന്നത്? അതെ, സ്കൂട്ടിയിലാണ് പോകുന്നത്. അല്ല, ബസ്സിൽ പോവാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇന്ന് ബസ്സിന് പോകുന്നില്ല, നിധി ഒറ്റവാക്കിലങ്ങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധീഷിൻ്റെ മുഖമൊന്ന് മാറി. ഇതെന്താ ഇന്ന് ബസ്സിന് പോവാക്കത്തത്? ബസ്സിന് പോവാനായി ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ ചിലരേക്ക് സൊല്ലലും ഇങ്ങനെ കോമാളിത്തവും എല്ലാം തന്നെ കാണണമല്ലോ. നിധിയുടെ മനസ്സിൽ ഗായത്രിയും സുധീഷും തമ്മിലുള്ള ആ ഒരു സംസാരം അങ്ങനെ ചിരിയും അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർമ്മ വന്നത്. ബസ് സ്റ്റോപ്പിൽ വെച്ച് സുധീഷ് ഗായത്രിയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ നിധിയുടെ ഉള്ളിൽ തീയായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ സ്കൂട്ടി എടുത്തത്. എന്നാൽ സുധീഷ് എത്ര പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, സ്കൂട്ടിക്കൊന്നും പോവേണ്ട കാര്യമില്ലല്ലോ, ബസ്സിൽ പോയാൽ പോരെ? വേണ്ട, ഞാൻ സ്കൂട്ടിക്ക് പോയിക്കോളാം. നിധി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിക്കറടിച്ച് ആഞ്ഞു ചവിട്ടി. പക്ഷേ അത് സ്റ്റാർട്ടാവുന്നില്ല. സുധീഷിൻ്റെ മുഖത്ത് ഒരു നിമിഷം ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ചിരി വിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് സ്കൂട്ടി സ്റ്റാർട്ടാവാത്തതിനാൽ സുധീഷ് വിജയം വരിച്ചവനെ പോലെ നോക്കി. എന്നാൽ പെട്ടെന്ന് എപ്പോഴോ അങ്ങനെ എഞ്ചിനങ്ങ് മുരണ്ടൊടുന്ന് സ്കൂട്ടി അങ്ങ് സ്റ്റാർട്ടായി. കഷ്ടമായി പോയല്ലോ, സുധീഷ് മനസ്സിൽ കരുതി. എന്നാൽ അവളെ വെറുതെ വിടാനൊന്നും അവൻ ഒരുക്കമായിരുന്നില്ല. സുധീഷ് പെട്ടെന്ന് തന്നെ തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് നിധിയുടെ പിന്നാലെ പാഞ്ഞു. ഇതെന്താ എൻ്റെ ഒപ്പം വരുന്നത്? നിധി തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. അത് നിനക്ക് സ്കൂട്ടി ഓടിക്കാൻ നല്ല പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ലല്ലോ, അതുകൊണ്ടാ. ഓ പിന്നെ, എനിക്ക് നന്നായിട്ട് പ്രാക്ടീസൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ അറിയാം. എന്നാലും അതങ്ങനെയല്ലല്ലോ. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോഴേക്കും വിചിത്രമെന്ന് പറയട്ടെ, നിധിയുടെ സ്കൂട്ടി അങ്ങ് പുകഞ്ഞു നിന്നുപോയി. എത്ര നോക്കിയിട്ടും അത് സ്റ്റാർട്ടാവുന്നില്ല. സുധീഷ് വണ്ടി ഒതുക്കി നിർത്തി എൻ്റെ അടുത്തേക്ക് ചെന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കും. എന്ത് പറ്റിയെന്ന് എന്നൊന്നും എനിക്കറിയില്ല. ഒടുവിൽ നിധി ആ സ്കൂട്ടി റോഡരികിലേക്ക് അങ്ങ് മാറ്റിവെച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്കിന്ന് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം. സുധീഷ് തൻ്റെ ബൈക്ക് അവിടെ ഒരു വശത്തായി ഒതുക്കി. എന്നിട്ട് നിധിയുടെ സ്കൂട്ടി തള്ളിക്കൊണ്ട് നടന്നു. അതൊന്നും തന്നെ സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല. നിധി വിഷമത്തോടുകൂടെ പറഞ്ഞു, സുധീഷ് പോയിക്കോ, ഇതിവിടെ വെച്ചാൽ മതി, ഞാൻ ഹരീഷിനോട് പറഞ്ഞോളാം. അതൊന്നും സാരമില്ല നിധി, നിനക്കിന്ന് ഓഫീസിൽ പോവണ്ടേ? ആ ശരിയാണ്, പോവണം. ഞാൻ ഗായത്രിയെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞേക്കാം. പെട്ടെന്ന് തന്നെ ആ ഒരു പേര് കേൾക്കുമ്പോഴേക്കും നിധിയുടെ സ്വരം അങ്ങ് മാറി. ഓ, ഒരു ഗായു! ആ പേര് കേൾക്കുമ്പോൾ തന്നെ സുധീഷിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിധിയുടെ ഉള്ളിലിങ്ങനെ ദേഷ്യം അങ്ങ് തളച്ചു പൊന്തു. വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് സുധീഷ് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചോദിച്ചിരുന്നല്ലോ, ഈ ഷർട്ട് നല്ലതാണോ, കൊള്ളാമോ എന്നൊക്കെ. ഗായത്രി കാണാൻ പോകുന്നല്ലേ, അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകേണ്ടതെന്ന് ഓർത്ത് ചോദിച്ച ആ ഒരു ചോദ്യം നിധിയുടെ മനസ്സിൽ ഇപ്പോഴും നീറുന്നുണ്ടായിരുന്നു. കാരണം പണ്ടത്തെ പോലെയല്ല ഇപ്പം നിധിയുടെ ഉള്ളിൽ സുധീഷിനോടുള്ള സ്നേഹം നാളുകൾ കഴിയും തോറും ഇങ്ങനെ പടർന്നു പന്തലിക്കാണ്. അവൾ കാണിക്കുന്ന ഓരോ ചെറിയ പിടിവാശികളും സുധീഷിന് മനസ്സിലാവുന്നതായിരുന്നു. നിധി തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം സുധീഷ് തിരിച്ചറിഞ്ഞു. ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയിൽ സുധീഷ് നിധിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്ത് പറ്റി നിധി, മുഖം അല്ലാതിരിക്കുന്നല്ലോ? ഒന്നുമില്ല, ഞാൻ ഗായുവിനോട് സംസാരിക്കുന്ന നിനക്കെന്താ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണോ നീ കിടന്നിങ്ങനെ പെടയുന്നത്? അതുകൊണ്ടൊന്നുമല്ല, ഞാൻ സുഭാഷേട്ടൻ്റെ കാര്യം ഓർത്ത് വിഷമിച്ചിട്ടാ. സുഭാഷേട്ടൻ എന്തു പറ്റി? അല്ല, സുഭാഷേട്ടൻ്റെ ആ ഒരു കല്യാണക്കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക. പാവം സുഭാഷേട്ടൻ മറ്റൊരുവൻ്റെ പെണ്ണാണെന്നോ രണ്ടാം കെട്ടുകാരനെന്നോ ഒന്നും അറിഞ്ഞിട്ടല്ല. മറ്റുള്ളവരുടെ ജീവിതം ഓർത്തുകൊണ്ട് മാത്രമാണ് സുഭാഷേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ഇത്രയും കാലമായിട്ട് സുഭാഷേട്ടൻ സ്വന്തം കാര്യം നോക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ലല്ലോ. താൻ കാരണം തൻ്റെ അനിയന്മാരുടെ ജീവിതം നശിച്ചു പോകരുതെന്ന് കരുതിയിട്ടാവും ഇങ്ങനൊരു കടുത്ത തീരുമാനമെടുത്തിരിക്കുന്നത്. സുധീഷ് ഗൗരവത്തോട് തലയാട്ടി. അങ്ങനെ ഒരു തീരുമാനം സുഭാഷേട്ടൻ എടുക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യാൻ, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നുകൂടി സുഭാഷേട്ടനോട് സംസാരിച്ചു നോക്കാം. സുഭാഷേട്ടൻ്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോകുന്നത് കണ്ടിരിക്കാൻ ഞങ്ങൾക്കാവുന്നില്ല. ആ പെൺകുട്ടിയുടെ ആദ്യ വിവാഹം എന്ത് കാരണത്തിലാണ് തകർന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അവരുടെ സ്വഭാവം എന്താണെന്ന് പോലും ആർക്കും അറിയാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനത്തിലെടുത്തുന്നത് അതും ശരിയല്ലല്ലോ. അതാണ് ഞാനും പറയുന്നത് സുധീഷേ. സുഭാഷേട്ടന് കുറച്ചുകൂടി സമയമുണ്ടല്ലോ. അവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ എൻഗേജ്മെൻറ്റ് നടത്തണമെന്നാണല്ലോ പറയുന്നത്. ഒരിക്കൽ നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ ആ വിവാഹത്തിൽ നിന്നും പിന്മാറുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒന്നുകൂടി സുഭാഷേട്ടനടുത്ത് സംസാരിക്കണം. മനസ്സ് മാറുകയാണെങ്കിൽ ശരി, നമുക്ക് നോക്കാം. അങ്ങനെ ഒടുവിൽ അവർ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോൾ നീതു അവിടെ ഉണ്ടായിരുന്നു. നീതു ഇപ്പോൾ ദിവസവും രാവിലെ തന്നെ അവിടേക്ക് എത്തും. ഹരീഷുമായി സംസാരിക്കാൻ എന്തെങ്കിലും ഒരു കാരണം അവൾ കണ്ടെത്തുകയും ചെയ്യും. നീതുവിനെ കണ്ടപ്പോൾ സുധീഷ് ചെറുചുരിയോടെ പറഞ്ഞു, നിനക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കാനേ. നീതു ഒട്ടും മോശമാക്കിയില്ല. അതെൻ്റെ ഇഷ്ടം. ഞാൻ ഹരീഷനെ കാണാനല്ലേ വരുന്നത്. പിന്നെ സുധീഷിനെന്താ ഇത്ര ചൊറിച്ചില്? അപ്പോഴേക്കും ഹരീഷ് അവരുടെ അടുത്തേക്ക് വന്നു. അവൻ നിധിയോട് ചോദിച്ചു, എന്ത് പറ്റി നിധിയെടുത്ത് ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ? അതെ, സ്കൂട്ടിക്ക് ഒരു കംപ്ലൈൻറ്റ്, ഒന്ന് നോക്കണം ഹരീഷേ. അതിനെന്താ നോക്കാമല്ലോ. ഹരീഷ് സ്കൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അതിൻ്റെ തകരാറുകളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ആ സമയത്തിന് നിധിയുടെ മനസ്സിൽ സുഭാഷേട്ടൻ്റെ ആ ഒരു കാര്യം തന്നെയായിരുന്നു. അവൾ ഹരീഷിനോട് ഗൗരവത്തോടെ സംസാരിച്ചു തുടങ്ങി. ഹരീഷേ, നമ്മൾ സുഭാഷേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവും.
സുഭാഷേട്ടൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അവളുടെ സ്വഭാവം എന്താണെന്നോ ഭൂതകാലം എന്താണെന്നോ നമുക്കൊരു പിടിയുമില്ല. ആദ്യത്തെ വിവാഹം തകർന്നു പോയതാണ്. അത് ആ പെൺകുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ അതോ ഇനി മറ്റവൻ്റെ ആ ഒരു കുഴപ്പം കൊണ്ടാണെന്നോ എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആർക്കെങ്കിലും അതറിയാമോ? പെണ്ണ് പറയുന്നത് ആ മറ്റവൻ്റെ കുഴപ്പമാണെന്നാ. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയാൻ വയ്യല്ലോ. അതൊക്കെ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം പോരെ ഇങ്ങനൊരു തീരുമാനം. ഹരീഷും സുധീഷും നിധിയുടെ ആ ഒരു വാക്കുകൾ ഇങ്ങനെ ഗൗരവത്തോടെ കേട്ടു നിൽക്കുമായിരുന്നു. അങ്ങനെ സുഭാഷേട്ടൻ ആ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന ഭയം എല്ലാവരുടെയും മുന്നിൽ ഒരു നിഴൽ പോലെ തന്നെ പടർന്നുണ്ടായിരുന്നു.